ക്രമക്കേട് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ PSCയുടെ കൂടുതൽ പരീക്ഷകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനം. പിന്നോക്ക വികസന കോർപ്പറേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് നിയമന പരീക്ഷയുടെ വിവരങ്ങൾ SIT സംഘം PSCയോട് ആവശ്യപ്പെട്ടു. ഈ നിയമവുമായി ബന്ധപ്പെട്ട വ്യാപക പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. അതേസമയം ഇന്ന് PSC ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന തുടരുന്നു. PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിന്റെ പരിധി വിപുലീകരിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ആസൂത്രണ ബോർഡിലെ നിയമന പരീക്ഷയ്ക്ക് പിന്നാലെ PSCയുടെ കൂടുതൽ പരീക്ഷകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി പിന്നോക്ക വികസന കോർപ്പറേഷനിലെ പ്രോജക്ട് അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് PSCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിയമനവുമായി ബന്ധപ്പെട്ടും വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. നേരത്തെ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള നിയമന പരീക്ഷയിലാണ് ഗുരുതര ക്രമക്കേടാരോപണം ഉയർന്നത്. തസ്തികയിൽ 1ാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയുടെ ഉത്തരക്കടലാസിലെ 10 ചോദ്യങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. ഈ കേസിൽ ചോദ്യപേപ്പർ, ഉത്തരസൂചിക, മാർക്ക് ഷീറ്റ്, അഭിമുഖത്തിന് ക്ഷണിച്ച ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങളടക്കമുള്ള രേഖകൾ PSC ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. നിലവിൽ കൂടുതൽ നിയമന പരീക്ഷകളിലും സമാന ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് SIT പരിശോധിക്കുന്നത്. അന്വേഷണം കൂടുതൽ പരീക്ഷകളിലേക്ക് വ്യാപിപ്പിച്ചതോടെ PSCയുടെ നിയമന നടപടികളിൽ കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അതേസമയം PSC പരീക്ഷാ ക്രമക്കേട് വിവാദത്തിൽ വിവരാവകാശ കമ്മീഷനെ വീണ്ടും സമീപിച്ച് ഉദ്യോഗാർത്ഥികൾ. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകണമെന്ന കമ്മീഷൻ ഉത്തരവ് PSC നടപ്പാക്കിയില്ലെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.